ഇന്ത്യയിൽ ഒരു വർഷം വെട്ടുന്ന മരങ്ങളുടെ 40% ഉപയോഗം കെട്ടിട നിർമ്മാണത്തിനു വേണ്ടിയാണ്. ഓസോൺ പാളിയുടെ വിള്ളൽ ഇല്ലാതാക്കുന്നതടക്കമുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് മരം മാത്രമാണ് മറുപടി എന്നത് ലോകം മുഴുക്കെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഇതിനു പുറമെ ഊർജ ഉപഭോഗത്തിൻ്റെ കണക്കുകൾ പേടിപ്പെടുത്തുന്നതാണ്. ഇന്ത്യയിലാകെ ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ 35% കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണെന്നാണ് മനുഷ്യർ തിരിച്ചറിയേണ്ടത്. വലിയ ഊർജ പ്രതിസന്ധിയുടെ വാതിൽക്കലാണ് മനുഷ്യർ ഉള്ളത്. ഇതിന് പ്രധാനമായ കാരണം കെട്ടിട നിർമ്മാണ രംഗത്തെ ഇടപെടലാണെന്ന് ഓർക്കുക. ഇതിനോടൊപ്പം ചേർത്തു മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മലനാടുകൾ, ഇടനാടുകൾ, നീളമേറിയ തീരപ്രദേശം എന്നിങ്ങനെ 3 മേഖലകളാക്കിയാണ് നമ്മുടെ കേരളത്തെ തരംതിരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം മറന്ന് മലകളെല്ലാം ഇടിച്ചു നിരത്തിയുള്ള നിർമ്മാണ പ്രക്രിയ വ്യാപകമാക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. ഭൂമിയുടെ കിടപ്പിനനുസരിച്ചാകണം കെട്ടിടം വയ്ക്കുന്നത് എന്നതാണ് ജൈവവാസ്തുശാസ്ത്രത്തിൻ്റെ മൂലാധാരം. മലമ്പ്രദേശത്തും തീരപ്രദേശത്തും ഇടനാടുകളിലും വീട് വയ്ക്കുമ്പോഴും എങ്ങനെ ദുരന്തത്തെ അതിജീവിക്കുന്ന നിർമ്മാണമാകാമെന്നും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ വീടടക്കം മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താമെന്നും മനുഷ്യരായ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. ഭൂമിയുടെ ഘടന മനസ്സിലാക്കാതെയും മണ്ണിൻ്റെ പ്രത്യേകത ഉൾക്കൊള്ളാതെയുമുള്ള നിർമ്മാണ രീതികളെല്ലാം അധികരിക്കുമ്പോൾ പ്രകൃതി പ്രതിരോധിക്കുമെന്ന് ദുരന്തങ്ങളിലൂടെ മനുഷ്യർ പലപ്പോഴായി അറിഞ്ഞിട്ടുള്ളതാണ്. ഒരു കുടുംബത്തിന് വേണ്ട വീടിൻ്റെ വിസ്തൃതി ഒരു പരിധിക്കുമപ്പുറം ഒരു തരത്തിലുമുള്ള വിശാല വീട് നിർമ്മാണത്തിന് മുതിരരുത് നാം. എന്തിനാണ് നമുക്ക് ഇത്ര വലിയ വീടുകൾ? അത്തരം വലിയ വീടുകൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് 10-15 വീടുകൾ ഉണ്ടാക്കാനാവും. ഒരു വിഭാഗക്കാർക്കും മാത്രം കൊള്ളയടിക്കാനുള്ളതല്ല നമ്മുടെ ഭൂമിയിലെ സ്വത്തുക്കൾ, പ്രകൃതിയുടെ വിഭവങ്ങൾ. ഭൂമിയുടെ വിഭവവസ്തുക്കൾ എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്. മാനവരാശിയുടെ അടിസ്ഥാന സ്വാതന്ത്ര്യത്തിലേക്കുള്ള കൈകടത്തലാണ് ഇതെന്ന് പറയുമ്പോഴും ഇനിയും ദുരന്തങ്ങളെ ക്ഷണിച്ചു വരുത്താതിരിക്കാൻ ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യരായ നാം ജാഗ്രത പുലർത്തണം. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ഒരു മഹാമനുഷ്യൻ സഞ്ചരിക്കുന്നു. സുൽത്താനുൽ ഉലമയുടെ കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടെത്തും. നല്ല നാൾ മണ്ണിനായി കരുതും ചിരിവിരിയാൻ ചില്ലുതാർ വെണ്ണിനായി തെളിയും